എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ മോൻ ഊണൊക്കെ കഴിഞ്ഞിട്ടേ ഈ സെറ്റിയിൽ വന്ന് ഉരുണ്ട് വരണമെന്നായി കാണുന്നു കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായി. നല്ല തൈരും പൂവമ്പഴവും ഒക്കെ പീച്ചി അവന് കൊടുത്തു കേട്ടോ. വാഷിംഗ് മെഷീൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഈ ചാടുന്നു കണ്ടോ, ചാടിൻ്റെ മുന്നോ ദേ ഭയങ്കര സന്തോഷം. ഈ സന്തോഷം വരുമ്പോഴായിട്ടോ ഇങ്ങനെ സെറ്റിയിൽ കിടന്ന് ഈ ചൊറിയുന്നത് ഇങ്ങനെ 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 എരയുന്നത് ദേ കണ്ടോ, ചാടുന്നു. കഴിച്ചോ പിന്നെ ഫുഡ് കഴിച്ചോ, പല്ലൊക്കെ തേച്ചോ, അപ്പം പൗഡർ ഇടണ്ടേ. അപ്പോൾ എല്ലാവരും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ബലവും. അപ്പോൾ പിന്നെയും നമുക്ക് വീഡിയോ ഇടാൻ തോന്നുന്നു. ഒരുപാട് വ്യൂവേഴ്സ് കാണണ്ടേ. നിങ്ങൾ എല്ലാവർക്കും ഇവനെ കാണേണ്ട ആഗ്രഹമുണ്ടെന്നറിയാം. അപ്പോൾ അതിനാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നത് കേട്ടോ. കുക്കിംഗ് വീഡിയോ ആയിട്ടൊക്കെ വരാം. അപ്പോൾ ഇച്ചിരി ചൂട് കുറയട്ടെ അടുക്കളയിൽ നിന്ന് വയ്ക്കാൻ പറ്റത്തില്ല നേരാമണ്ണം. അപ്പോൾ ഒന്ന് ചൂട് കുറഞ്ഞിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊക്കെ വരാം. അല്ലാത്ത വീഡിയോകളുമായിട്ടൊക്കെ വരാം. നല്ല നല്ല വീഡിയോ അങ്ങോട്ട് വരാം. ഇച്ചിരി തിരക്ക് കുറയട്ടെ. മോനപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അവിടെ ആരോ സൗണ്ട് കേട്ടോ. ഗേറ്റ് തുറന്നു. അവിടെ അപ്പുറത്തെ ഫ്ലാറ്റിൽ ഗേറ്റ് തുറന്നു. ഏതോ ഒരു സ്ത്രീ അടിക്കാൻ വന്നു. അതാണ് എനിക്ക് ഉരയ്ക്കുന്നത് കേട്ടോ. കണ്ടോ, അവൻ ഒരാളെ വിടത്തില്ല കേട്ടോ. വില്ലനാണ് വില്ലൻ. ഇവിടെ എൻ്റെ വീട് മാത്രമല്ല, അവന് 4 വശത്തുള്ള ഫ്ലാറ്റുകളിൽ സെക്യൂരിറ്റിയാണ്. ഒരു ഗേറ്റ് തുറന്ന് ഒരാൾക്ക് വരാൻ പറ്റത്തില്ല ഇവിടെ. ആരാ പൊന്നത്? ആരാണ് അവിടെ അടിച്ചു വരാൻ വന്നോ? ഏതോ ഒരു ചേച്ചി അടിച്ചു വരാൻ വന്നു അല്ലേ അപ്പുറത്തെ ഫ്ലാറ്റിൽ? ആണോ? ബാ കയറിയാ അയ്യോ കയറിയാ പൊന്നെ. പൗഡർ ഇടണ്ടേ അവിടെ സുന്ദരി പൊന്നെ, പൗഡർ ഇടണ്ടേ. ഇങ്ങോട്ട് നോക്കിയേ മമ്മിൻ്റെ മുഖത്തേക്ക്. അച്ഛോ മമ്മിയുടെ മുഖത്തേക്ക് നോക്കടക്കള്ള. മമ്മിയുടെ മുഖത്തേക്ക് നോക്കടക്കള്ള. പൗഡർ ഇടണ്ടേ? ശരി ഏട്ടാ, പൗഡർ എടുത്തോണ്ട് വരട്ടെ. കിടപ്പും ആ ഒരക്കലും ഒക്കെ കണ്ടോ. ആ ഷീറ്റ് ഇന്ന് വിരിച്ചതാണ്. ഗൈസ് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് മടക്കി വെച്ചിരിക്കണം ചെയറിൽ. പിന്നെ ഒരിക്കൽ കൊണ്ടുവന്ന് വിരിച്ചു. പിന്നെയും 2ാമത്തെ പ്രാവശ്യം വിരിച്ചു. ഇനി 3ാമത്തെ പ്രാവശ്യം മിഷനിൽ കിടപ്പുണ്ട് കേട്ടോ. അത്ര തുണിയാണ്. ഡെയിലി ഇവിടെ 4 പേരുണ്ടെങ്കിൽ 40 പേരുടെ തുണിയാണ്. പൗഡർ ഇടട്ടെ മമ്മ? നല്ല കുട്ടിയല്ലേ? जिधर देखती हूँ उधर तुम हो, न जाने मगर इन ख्यालों में तुमको, मुझे देख कर तुम ज़रा मुस्कुरारो, नहीं तो मैं समझूंगी मुझसे ख्याल. പിന്നെ പാട്ട് കൊള്ളാമോ? പാട്ട് കൊള്ളാമോ? പാട്ട്. ചിതർ ദേഖ്തി ഹൂം ഉധർ തും ഹോ, ന ജാനെ മഗർ ഇൻ ഖയാലോं में तुमको, मुझे देख कर तुम ज़रा मुस्कुरारो, नहीं तो मैं समझूंगी मुझसे ख्यालो. तुम्हें मेरी मंदिर, तुम्हें मेरी पूजा. मम्मी मोहन नोकटे. तुम्हें मेरी मंदिर, तुम्हें मेरी पूजा, तुम्हें देवता हो, हो. कोई मेरे आँखों से देखो तो तुमसे, तुम्हें मेरी मंदिर, तुम्हें मेरी पूजा, तुम्हें देवता हो, तुम्हें मेरी आँखों से
സമച്ചേ പാട്ട് കൊള്ളാമോ പൊന്നു? ഉപഹാർ പാട്ട് വേണോ പൊന്നു? അവിടെ ഇരിക്കുക. मेरी जिंदगी में तू है, मेरे पास क्या कमी है, जिसे कम नहीं किसानों उपहार तूने दी है, मेरे हाल पर हुई है तेरे खास मेहरबानी, तेरे पास मेरा दिल है, मेरे प्यार की निशानी. ദീപക് എവിടെ പൊന്നോ? ദീപക് ഇപ്പോൾ വരും കേട്ടാ. പത്തിലു പിച്ചായാൾ നൂറിന് ദാഹം, നൂറിന് ആയിരം മാറ്റാൻ മോഹം, ആയിരമോ പതിനായിരമാകണം ആശക്കുണ്ടാകണം. ഈശ്വര ചിന്തയിലൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. കണ്ണിൽ കാൺമത് കളിയായി മറിയും, കാണാത്തതു നാം എങ്ങനെ അറിയും. കണ്ണിൽ കാൺമത് കളിയായി മറിയും, കാണാത്തതു നാം എങ്ങനെ അറിയും. ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും മഞ്ഞിതുമായ നാടകരംഗം. ഈശ്വര ചിന്തയിലൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. കിട്ടും വകയിൽ തൃപ്തിയില്ലാതെ, കിട്ടാത്തതിനായി കൈനീട്ടാതെ, കിട്ടും വകയിൽ തൃപ്തിയില്ലാതെ, കിട്ടാത്തതിനായി കൈനീട്ടാതെ, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം ഈശ്വരനല്ലോ. ഈശ്വര ചിന്തയിലൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ഈശ്വര ചിന്തയിലൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. പാട്ട് കേട്ട് ഇങ്ങനെ കൊഞ്ഞു കിടക്കണം കേട്ടോ ഗൈസ്. ഞാൻ മൂളിപ്പാട്ട് പാടണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോന് മൂളിപ്പാട്ട് പാടിയൊക്കെ ഉറക്കി കൊടുക്കും കേട്ടോ. ഏതായാലും ഈദിനൊരു പാട്ട് പാടണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് പറ്റിയില്ല ഗൈസ്. വെറുതെ ഒരു മൂളിപ്പാട്ട് പാടാനാണ് കേട്ടോ, എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജിറ ദൂതറിബറാഹീം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹാജിറ. സമ്പൂർണദീനിൽ തിളങ്ങുമീ ഹാജിറ, ത്യാഗങ്ങളേറെ സഹിച്ച ഹാജിറ. ആരും പുകഴ്ത്തുന്ന തൂമങ്ക ഹാജിറ, അഹദായ നാഥനെ സ്നേഹിച്ച ഹാജിറ. സംസാമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജിറ, സ്വഭാമർച്ച കഥയിലും ബീവി ഹാജിറ. സംസാമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജിറ,
സോഫ മർച്ച കഥയിലും ഭീമാനിറ അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയായി പൂമുത്ത് ഹാജിറ. എൻ്റെ മോൻ ഇങ്ങനെ പാട്ട് കേട്ട് കിടക്കുന്നുണ്ടോ? മോന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ പാടിക്കൊടുക്കും. എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ്. മക്കൾക്ക് കുഞ്ഞു കുഞ്ഞ് തവളയുടെയും ഈ മുയലിൻ്റെയൊക്കെ പാട്ട് പാടി ഉറക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ കൊച്ചു പിള്ളേർക്കും ഞാൻ പാട്ട് പാടി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ മക്കളെ പാട്ട് പാടി ഉറക്കുന്ന ഒരു ചെറിയ ഒരു കഥയുടെ പാട്ട് ഞാൻ പാടാം. നിങ്ങളൊക്കെ കേട്ടിരിക്കും. മക്കളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉറങ്ങുമ്പോൾ പഠിച്ചൊക്കെ കഴിഞ്ഞവർ നല്ല പഠിച്ചൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ടയേർഡല്ലേ. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് 2 മക്കളെയും പിടിച്ച് ഇതുപോലെ പാട്ട് പാടി കൊടുക്കും കേട്ടോ. പാത്തു പതുങ്ങി പമ്മി നടക്കും കുന്നിക്കുഴിമണിയൻ ആമച്ചേട്ടൻ നോട്ടക്കാരൻ മുയലിൻ കൂട്ടുകാർ. പാത്തു പതുങ്ങി പമ്മി നടക്കും കുന്നിക്കുഴിമണിയൻ ആമച്ചേട്ടൻ തോട്ടക്കാരൻ കുയിലും കൂട്ടുകാർ. ഒരു നാളിവ 2 പേരും പന്തയം വച്ചു, ഓട്ടപ്പന്തയം വച്ചു, മലയോരക്കാടുമാരം വച്ചു. മറന്നുപോയി കേട്ടോ ലിറിക്സൊക്കെ. തമ്മിൽ പന്തയം വച്ചു, ഇഴയും രാമയും പായുന്നൊരു പെൺമുയിലും പരിപാടിയിലാരാരോ സമ്മാനം നേടി. ഇഴയും രാമയും ഒരു പെൺമുയലും പരിപാടിയിലാരാരോ സമ്മാനം നേടി. ലിറിക്സൊക്കെ മറന്നു കേട്ടോ, പണ്ടത്തെ പാട്ടുകളല്ലേ. നിങ്ങളൊക്കെ കേട്ടിരിക്കുക. ഇതൊക്കെ എൻ്റെ മക്കളെ പാടി ഞാൻ ഉറക്കിയതാണ് കേട്ടോ. പാത്തു പതുങ്ങി പമ്മി നടക്കും കുന്നിക്കുറിമണിയൻ ആമച്ചേട്ടൻ നോട്ടക്കാരൻ മുയലിൻ കൂട്ടുകാർ. പാട്ട് വേണ്ടേ? പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഈ പാട്ട് വേണ്ട അല്ലേ? മമ്മി നല്ല പാട്ട് പാടിത്തരാം. പാട്ട് കേട്ടിട്ട് ദേ ദീപക്ക് ഇപ്പോൾ വരുവേ. ഇതൊക്കെ കുഞ്ഞു കുട്ടികളുടെ പാട്ടാണ് കേട്ടോ. ബഹുദൂരം ചെന്നുമില്ലേ പിന്തിരിഞ്ഞപ്പോൾ, മെല്ലെ പിന്തിരിഞ്ഞപ്പോൾ, കുറദൂരമേ പിന്നിലായിട്ടാമയെ കണ്ടു, ആമയെ കണ്ടു. മുതുകിൽ കൂടാരവും അതിലേറെ ഭാരവുമായി ഇഴയും ചങ്ങാതിയെ നോക്കി സ്വതാപം കൊണ്ടു. മുതുകിൽ കൂടാരവും അതിലേറെ ഭാരവുമായി ഇഴയും ചങ്ങാതിയെ നോക്കി സ്വതാപം കൊണ്ടു. എൻ്റെ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ കളികളാണ് കേട്ടോ. ഇതൊക്കെ നാളെ വേറൊരു ദിവസം നല്ലൊരു പാട്ട് നാടക ഗാനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും കേട്ടോ. ഇരുന്ന് ഞാൻ പാടും ലൈവിൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാമേ. ഇനി അടുത്ത് ദീപക്ക് വരുമ്പോഴേ ഇവനൊരു മൂഡ് വരുന്നത്. ദീപക്കിനെ ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ, അതായി ഇവിടെ വന്ന് കിടക്കുന്നത്. ആ പാട്ട് പാടിയത് ഇഷ്ടപ്പെട്ടില്ല. മറ്റേ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു, ഈ പാട്ട് അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെ തമാശയ്ക്ക് വേണ്ടി കേട്ടോ. നമ്മളൊന്നും ട്രെയിൻ സിംഗറൊന്നും അല്ല കേട്ടോ. വെറുതെ ബാത്റൂം സിംഗറാണ് കേട്ടോ മൂളിപ്പാട്ട് പാടുന്നത്. അങ്ങനെ മൂളിപ്പാട്ടും പാടണമെന്ന് വെച്ച് നമുക്ക് പാട്ടിനോട് കമ്പമില്ലേ? നമുക്കും പാടണ്ടേ? പറയാമെന്നുള്ള രീതിയിലൊക്കെ പാടും കേട്ടോ. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഭയങ്കര ട്രെയിൻ സിംഗറോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. വെറുതെ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടും പാടും. പക്ഷെ എനിക്ക് പാട്ടിനോട് നല്ല കമ്പമുണ്ട് കേട്ടോ. എല്ലാം പഠിക്കണം പാടണം എന്നൊക്കെ തോന്നും. അപ്പോൾ നമുക്കും കൊതി വരുമ്പോൾ ഒക്കെ പാടണ്ടേ, പാട്ട് പഠിക്കാത്തവർക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ ബലം മാത്രമേ ഉള്ളൂ. ഈ പാട്ടൊന്നും കേട്ട് ആരും വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്ത് പോവരുത് കേട്ടോ പ്ലീസ്. എൻ്റെ പാട്ട് കേട്ടിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് പ്ലീസ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയണം. പിന്നെ ഞാൻ മൂളിപ്പാട്ട് പോലും പാടില്ല കേട്ടോ, പാടത്തേയില്ല. പിന്നെ വെറുതെ ഒരു രസത്തിന് വേണ്ടി, എൻ്റെ മോനൊക്കെ ആയിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു രസത്തിന് വേണ്ടി പാടുന്നു കേട്ടോ. അത്രയേ उल्लू। दीपक আসছে ও রুমে ছিল এসি রুমে ছিল না না এসি রুমে ছিল ও রুম থেকে এদিকে এখানে ঠান্ডা আছে কি গরম প্রচুর গরম পড়েছে ও দীপককে দেখে দেখে দাঁড়িয়ে আছে বুঝতে পারছি তো
একটু আগে রুমে যাকে ঘুমাইছিলাম ഈ ദീപക്ക് വന്നു കണ്ടു. അപ്പം വന്നത് കണ്ടില്ല കേട്ടോ. ആ റൂമിൽ നിന്ന് ഈ റൂമിലേക്ക് വന്ന് കിടക്കണമായിരുന്നേ. അവനിൽ നിന്ന് ഇത്തിരി വൈകിയാണ് വന്നത്. ആ കിടന്നോ, പോ റൂമിൽ പോയി കിടന്നോ. ചൂട് പൊന്നാ, തണുപ്പ്. പോ അവിടെ പോയി കിടന്നോ കേട്ടോ. ദീപക്ക് ഇവിടെ വരും. ചേച്ചിയുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബെഡ്ഷീറ്റ് വിരിക്കണം. ദീപക്ക് വരുവേട്ടാ പൊന്നോ, വരുവേട്ടാ പൊന്നോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ബോക്സ് വ്യൂവേഴ്സ് കുറവാണ്, അങ്ങനെ ചെയ്യല്ലേ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആ ദീപക്ക് പറയണ്ട, അതിന് മുമ്പ് മോളിൽ കയറി. ദീപക്ക് വന്നപ്പോഴേ മോളിൽ കയറി. കണ്ടോ 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 ദീപക്കിനോടുള്ള കളി കണ്ടോ, കളി കണ്ടോ. ഇതാണ് കേട്ടോ ദീപക്ക് വന്ന അവൻ്റെ പ്രാണനാ. എന്താ സന്തോഷം. ഒച്ചോ 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 ഒച്ചോ. ഓ കിടന്നോളാൻ പറഞ്ഞുകൊണ്ട് കിടക്കണ. അവൻ പറഞ്ഞ് തലകണി തല വെച്ച് കിടക്കാൻ. അതുകൊണ്ട് ദേ തലകണി തല വെച്ച് കിടക്കുന്ന വേണ്ടോ, കളിക്കുന്ന വേണ്ടോ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷം. നല്ലൊരു നല്ല വിശേഷമായിട്ട് വരാം. അതുവരേക്ക് ബൈ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യണം കേട്ടോ, ഒന്ന് ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ. പാട്ട് കേട്ടൊന്നും ആരും പൊയ്ക്കളയില്ലേ, സ്കിപ്പ് ചെയ്തിട്ട് പോകല്ലേ കേട്ടോ. പാട്ട് ഇഷ്ടമല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. നാളെ തൊട്ട് പാടത്തില്ല, പക്ഷെ സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ നിൽക്കല്ലേ കേട്ടോ ആരും. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.